Okay, good morning, all of you. All of you mark your attendance. Okay, all of you mark your attendance. Okay, അപ്പോൾ take your textbook, page number 29. അല്ലേ 29. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പേജ് നമ്പർ 29 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പറയാൻ പഠിക്കുന്നത്. അതിൽ നമ്മൾ എവിടെ എത്തി പറയാൻ? ശാശലഭം അതായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 29. മാർക്ക് യുവർ അറ്റൻഡൻസ്. ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് ശാശലഭം, നെക്സ്റ്റ് വൺ ഷഡ്പദം, കണ്ടോ മക്കളെ? സർപ്പം, സിംഹം, ഇത്രയും വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എന്തൊക്കെയാ? ശാശലഭം, ഷഡ്പദം, സർപ്പം, സിംഹം. ഓക്കെ, എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ? Yes or no? Yes. ഇല്ലേ? യെസ്, വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് മൂന്ന് വേർഡ് ഉണ്ട് അല്ലെ. മൂന്ന് പിക്ചേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഏതൊക്കെയാ? ലായല് ഏതാ? തവള. ലാ എന്ന അക്ഷരം കണ്ടോ? നമ്മൾ റെഡിങ്ങിൽ എഴുതിയ അക്ഷരങ്ങളാണ് പഠിക്കുന്നത് പറയാൻ. അപ്പൊ ലാ അല്ലേ? അപ്പൊ ലാ തവള. തവളേനെ അറിയാറില്ലേ നിങ്ങക്ക്? കണ്ടിട്ടുണ്ടോ? ഫ്രോഗിന ഉണ്ടോ? തവള എന്താ മലയാളത്തിൽ പറയുക? തവള, ഫ്രോഗ് അല്ലേ? ഓക്കെ, ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫ്രോഗ്. നെക്സ്റ്റ് വാഴ. വാഴ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ കിട്ടുക വാഴയിന്ന് നമുക്ക്? വാഴയിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഉണ്ടോ ഇവ തെരേസ്? ബനാന കിട്ടും, വാഴപ്പഴം കിട്ടും അല്ലേ? ഏത്തപ്പഴം കിട്ടും, അതിന് മറ്റേ പഴം ഉണ്ട്, വാഴപ്പഴം എന്ന് പറയാം അല്ലേ? അപ്പൊ ബനാന. അപ്പൊ വാഴ അതിന്റെ തയ്യാനും വാഴ അല്ലേ? വാഴ ഏതാ? ഴ എന്ന അക്ഷരമാണ് നമ്മളവിടെ പഠിക്കുന്നത്. വാഴ വേണമെങ്കിൽ മഴ എന്നൊക്കെ പറയാം അല്ലേ? മഴ പഠിച്ചാലും ഴ അറിയും. അപ്പൊ വാഴ. നെക്സ്റ്റ് വൺ പറവ. പറവ പക്ഷികളെ അറിയാലോ, ബേർഡ്സിനെ. പറവ എന്താ പറയുക? പറവ. മൂന്നക്ഷരം നമ്മൾ പഠിച്ചാണ്. പ എഴുതാൻ അറിയാ, റ എഴുതാൻ അറിയാ, വായു എഴുതാൻ അറിയാം. അപ്പൊ അത് കൂട്ടി എഴുതാൻ എന്തായി? പറവ അല്ലേ? പറവ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ പറവ. അപ്പൊ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളില് കവർഗങ്ങള്, ചവർഗങ്ങള്, ടവർഗങ്ങള്, തവർഗങ്ങള്, പവർഗങ്ങള്, പിന്നെ ഇത് പഠിച്ചു ശ, ഷ, സ, ഹ, ള, ഴ, റ അല്ലേ? മധ്യമങ്ങള്, ഊഷ്മാക്കള്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് വിശദമായി വലിയ വലിയ ക്ലാസ് എത്തുമ്പോൾ പഠിക്കാം. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് ള തവള, ഴ വാഴ, റ പറവ. എന്തൊക്കെയാ? ഉറക്കെ വായിച്ചേ അവിടുന്ന് എല്ലാവരും. ഇന്ന് ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ലേ? എന്താണ് വൈഷ്ണവ, ഒന്നും തന്നില്ല അമ്മ? ഒരു ഉഷാറ് കാണുന്നില്ലല്ലോ ഇന്ന്. ഓ, കഴിച്ചു. ഓക്കെ, അപ്പൊ ള തവള ഉണ്ട് അല്ലേ? ഉഷാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ള തവള, ഴ വാഴ, റ പറവ. വൺസ് മോർ. ള തവള, ഴ വാഴ, റ പറവ. എന്താണ് ഉറക്കെ വായിച്ചേ അവിടുന്ന്? ള തവള, നെക്സ്റ്റ് വൺ ഴ വാഴ, റ പറവ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ശാശലഭം, ഷഡ്പദം, സർപ്പം, സിംഹം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ തന്നെ ദക്ഷിണ നല്ല ഉഷാറിൽ വായിക്കണം. ദക്ഷിണക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മ കൊടുത്തത് അല്ലേ? നല്ല ഉഷാറുണ്ട്. നെക്സ്റ്റ് വൺ ള തവള, ഴ വാഴ,
റ പറവ. ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെറ്റർ മുതൽ നമുക്ക് ഒന്നുകൂടി വായിക്കാം. എല്ലാവരും എടുത്തേ പുറകോട്ട്. പേജ് നമ്പർ 26 എടുത്തേ. ടേക്ക് പേജ് നമ്പർ 26. നമുക്ക് വായിക്കാം ഫസ്റ്റ് മുതല്. ക കണ്ണ്. ഉറക്ക വായിച്ച മിസ്സിന്റെ കൂടെ. ക കണ്ണ്. ഖ മുഖം. ഗ ഗദ. ഖ മേഘം. ങ മാങ്ങ. നെക്സ്റ്റ് ച ചക്ക. ച ഛത്രം. ജ ജനൽ. ഛ ചഷം. ഞ ഞണ്ട്. നെക്സ്റ്റ് പേജ്, അതായത് 27. ട വട. ധ മിഠായി. ഡ ഗരുഡൻ. ധ ധക്ക. ന വീണ. നെക്സ്റ്റ് ത തത്ത. ധ രഥം. ദ ദന്തം. ധ ധനുസ്. ന നരി. നെക്സ്റ്റ് പേജ് മറിച്ച് എല്ലാവരും. പ പന. ഫ ഫലം. ബ ബലൂൺ. ഭ ഹരണി. മ മരം. അടുത്ത താഴെ യ മുയൽ. ര കുതിര. ല മാല. വ വല. നെക്സ്റ്റ് പേജ് ശ ശലഭം. ഷ ഷഡ്പദം. സ സർപ്പം. ഹ സിംഹം. ഓക്കെ, ഇനി ല തവള. ഴ വാഴ. റ പറവ. റായാണ് ലാസ്റ്റ് ലെറ്റർ അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളില്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്വരാക്ഷരങ്ങൾ എഴുതാൻ നമ്മൾ ഏതുവരെ പഠിച്ചു? ഓ ഓ ഔ വരെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ചിഹ്നക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാ? ഇർ, ഇൽ, ഇൻ, ഇൻ, ഇൽ. നെക്സ്റ്റ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെ പറയാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് വെച്ച് ഓരോ വേർഡ്സും പഠിച്ചിട്ടുണ്ട്. ഇത്രയും ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? യെസ്. ഓക്കെ, എഴുതാൻ അറിയും. അപ്പൊ നമുക്ക് ഒരുക്കം എന്നൊരു കവിത പഠിക്കാനുണ്ട് അല്ലെ? താഴെ കണ്ടോ നിങ്ങള്? ഒരുക്കം. ആ പേജിൽ തന്നെ കണ്ടോ ഒരുക്കം? എന്ത് ഈ ഒരുക്കം? എന്താ മക്കളെ ഒരുക്കം? എന്താ അൻവി? റെഡിയാവല് അല്ലേ? നമ്മൾ എന്ത് പറയും? റെഡിയാവല്. എന്തിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പൊ ഇവിടെ? ഇപ്പൊ എല്ലാവരും എന്തിനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളൊക്കെ? സ്കൂളിലേക്ക് പോകാനല്ലേ? സ്കൂളിലേക്ക് പോകാൻ, അതായത് വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുക്കമാണ് പറയുന്നത് അല്ലേ? ഒരുക്കം, റെഡിയാവുന്നത്, ഒരുക്കം അല്ലെ? നിങ്ങൾ എങ്ങനെയാ ഒരുങ്ങുക രാവിലെ? എങ്ങനെയാണ് ജുവാനാസിന എങ്ങനെയൊക്കെയാ റെഡിയാവുക രാവിലെ? നിങ്ങള് ഒരുങ്ങുന്നത് എങ്ങനെയാ? ആദ്യം എന്ത് ചെയ്യും? രാവിലെ രാവിലെ എഴുന്നേക്കും അല്ലെ? നമ്മള് ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കില്ലേ? നെക്സ്റ്റ് വൺ എന്ത് ചെയ്യും? പല്ല് തേക്കും. ചായ കുടിക്കും. പിന്നെ പിന്നെയോ? കുളിക്കും. കുളിച്ച് മുടിച്ചേക്കും അല്ലെ? കുളിച്ച് മുടിച്ച് നല്ല ഡ്രസ് ഇട്ടിട്ട് എങ്ങോട്ട് പോവും? സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഇനി എന്ത് ചെയ്യണം? നമുക്ക് പുസ്തകമൊക്കെ റെഡിയാക്കി വെക്കണ്ടേ? ബാഗൊക്കെ എടുക്കണ്ടേ അല്ലേ? അതിനു മുന്നേ വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കണം അല്ലേ? പിന്നെയോ? എന്നിട്ട് എന്ത് ചെയ്യും? പുസ്തകമൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് അങ്ങനെ
തറവറവയും മഴയത്തുന്നല്ല, നല്ല ബസ് കയറി വരും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുക എല്ലാവരും? ആണോ? ആണോ യാൻദേവേ? യാൻദേവേ എങ്ങനെയാ റെഡി ആവുന്നേ? എന്താ യാൻദേവേ, എങ്ങനെയാ ഒരുങ്ങുക? കേൾക്കുന്നില്ല മിസ്സിന്. എങ്ങനെയാ റെഡിയാവും അറിയില്ല. കേൾക്കുന്നില്ല. പറഞ്ഞേ. ആ പിന്നെയോ? ഓക്കെ, നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു പോയം പഠിക്കാം. കേൾക്കുന്നില്ല മിസ്സിന്റെ വൃത്തിക്ക്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ എന്താണെന്ന്, എങ്ങനെയാ റെഡി ആവേണ്ടത് നോക്കാം അല്ലെ. നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് റെഡി ആവാൻ വേണ്ടതെന്ന് അല്ലെ. ആ നമുക്ക് പാടി നോക്കാതെ. റെഡിയാണോ എല്ലാരും? യെസ് ഓർ നോ? യെസ്, ഓക്കെ. എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകേണം. എന്താ പറഞ്ഞേ? ഒന്നുകൂടി ചൊല്ലാം മിസ്. എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം. കേൾക്കുന്നുണ്ടോ? എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകേണം. ആരും മിസ്സിന്റെ കൂടെ പാടിയില്ല? കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. സഹല് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വേണ്ടെന്നാ പറഞ്ഞ ഒരുക്കം എന്നുള്ളതില്? എന്നും കാലത്തുണരേണം അല്ലേ? എന്നും കാലത്തുണരണം. എന്താ ഈ കാലത്ത്? എന്താ ദക്ഷിണ കാലത്ത് എന്ന് പറഞ്ഞ? രാവിലെ അല്ലേ? ആ പ്രഭാതത്തിൽ രാവിലെ, അതിരാവിലെ എഴുന്നേൽക്കണം. എന്നും കാലത്തുണരേണം എന്ന് പറഞ്ഞ എന്താ? എല്ലാ ദിവസവും നമ്മൾ രാവിലെ, അതിരാവിലെ ഏർലി മോർണിംഗ് എഴുന്നേക്കണം. എഴുന്നേക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടോ? ഉണ്ടോ ആൻഡ്രിയ? ആൻഡ്രിയ അൽഫോൻസ് എഴുന്നേക്കാറുണ്ടോ രാവിലെ? ആ, അതിരാവിലെ എഴുന്നേക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മള് എഴുന്നേക്കണം അല്ലേ? ആ, അതിരാവിലെ നമ്മള് എഴുന്നേക്കണം. എന്നും കാലത്ത് ഉണരേണം. നെക്സ്റ്റ് എന്താ പറഞ്ഞ? ദേഹം ശുദ്ധി വരുത്തേണം. എന്താ ഈ ദേഹം ശുദ്ധി വരുത്തല്? എന്താണ് ആഷ്നി? ദേഹം ശുദ്ധി വരുത്തേണം. എങ്ങനെയാ ദേഹം ശുദ്ധി വരുത്തുക ആഷ്നി? ആഷ്നിക്കുട്ടി, ക്യാൻ യു ഹിയർ മീ? ആഷ്നിക്ക് കേൾക്കുന്നില്ല. ആൻഡ്രിയ തെരേസിന് കേൾക്കുന്നുണ്ടോ മോളെ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എങ്ങനെയാ ദേഹം ശുദ്ധി വരുത്തുക? കുളിക്കണം അല്ലേ? ആ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ?
നെക്സ്റ്റ് എന്താ? പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കണം. എത്ര പേരുണ്ട് വയറു നിറച്ച് രാവിലെ ഫുഡ് കഴിക്കുന്നവര്? ഒന്ന് കൈ പൊക്കിയേ. ആ ഇല്ല, ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കുറെ ആള്. ഇങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? യെസ്, യുവാത്തരസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അപ്പൊ രാവിലെ എന്ത് ചെയ്യണം? അൻവീര് അമ്മയും അൻവിയും തല്ലുപിടി അവിടെ. എന്തുകൊണ്ടെന്നറിയോ? ഒരാൾ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പൊ ഒരാൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ വീടിന് ചുറ്റും ഓടേണ്ടി വരുന്നുണ്ടാവും ഫുഡ് കഴിക്കാൻ, അല്ലെ അൻവി? രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പേസ്റ്റും ബ്രഷും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? കുഞ്ഞു മക്കളെ പുറകെ ഇങ്ങനെ ഓടേണ്ടി വരും അമ്മ 1 മണിക്കൂർ. ഒരു വലിയ വീടായിരിക്കും ചിലപ്പോ, അതിന്റെ ചുറ്റും ഇങ്ങനെ ഓടണം അല്ലേ? പകുതി വരെ ഓടുമ്പോ കുഞ്ഞ് ഇപ്പുറത്തേക്കൂടെ ഓടും. അങ്ങനെയല്ലേ ഇങ്ങനെ പല്ല് തേപ്പിക്കാനും ഫുഡ് കഴിപ്പിക്കാനും വേണ്ടി അമ്മമാർ കഷ്ടപ്പെടുന്നത്? അല്ലേ അമിക? അങ്ങനെയാണോ അമികേന? അമ്മോള് വേഗം ഫുഡ് കഴിക്കുന്നുണ്ടോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ? അല്ല, പല്ല് തേക്കാൻ വേണ്ടി ബ്രഷും പേസ്റ്റും എടുത്ത് ഇങ്ങനെ ഓടണോ വീടിന് ചുറ്റും? എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി? ആ, ഋഷിദേവിന്റെ പുറകെ ഓടലാന്ന് തോന്നുന്നു അമ്മ, അല്ലേ ഋഷിദേവേ? അതെ. വീടിന്റെ പകുതി വരെ ഓടും. പകുതി വരെ ഓടുമ്പോ കുഞ്ഞിപ്പുറത്തെ ഓടും, അപ്പൊ അങ്ങോട്ട് തന്നെ ഓടേണ്ടി വരും. അങ്ങനെ കളിപ്പിക്കലായിരിക്കും രാവിലെ അല്ലേ? അല്ല, വേഗം ബ്രഷിലെ പല്ലെല്ലാം തേച്ച് വേഗം ചായ കുടിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല. ആൻഡ്രിയ ആണെങ്കിൽ പിന്നെ വൈകുന്നേരം ആവുന്നുണ്ടാവും ചായ കുടിക്കാൻ, അല്ലേ ആൻഡ്രിയ തെരേസേ? എനക്ക് ഓർമ്മയുണ്ട് ഉച്ചക്കത്തെ നമ്മളെ ലഞ്ച് ടൈം അല്ലേ? ആൻഡ്രിയ എല്ലാ ദിവസവും ലേറ്റ് ആണ്, കഴിച്ചു കഴിയില്ല അല്ലേ? ആ, സഹലെല്ലാം കഴിക്കുന്നുണ്ടോ? സഹലെ, തനുസ് വേഗം കഴിക്കുമോ? തനുസ് കഴിക്കലുണ്ട്. അതെല്ലേ? രാവിലെ എണീറ്റ് അടിക്കും. ആ, പിന്നെന്ത് ചെയ്യും? എന്നാ ചെയ്യുന്നേന്ന് പറഞ്ഞു കൊടുക്ക. അൻവിതൊക്കെ എന്താ പറയാനില്ല അൻവിത? അൻവിത രാവിലെ എഴുന്നേക്കാറുണ്ട് എന്നാ പറയുന്നത്, അല്ലെ അൻവിത? കാശിനാഥ് എഴുന്നേക്കാറുണ്ടോ? കാശിനാഥ് അല്ല, അമ്മ പുറകെ ഓടാറുണ്ടോ? ഓടണോ അല്ലേ? ആ, അപ്പൊ എന്ത് ചെയ്യണം ഇനി മുതൽ നിങ്ങള്? രാവിലെ അതിരാവിലെ എഴുന്നേക്കുക, എന്നിട്ട് കുളിക്കുക, ദേഹം ശുദ്ധി വരുത്തേണം. നെക്സ്റ്റ് വേണം എന്താ? പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കണം. എന്ത് ചെയ്യണം? പാലും പഴവും ഒക്കെ എന്ത് ചെയ്യണം? പലഹാരങ്ങളും ഒക്കെ വയറ് നിറച്ചും കഴിക്കണം അല്ലേ? വയറ് നിറയെ കഴിക്കണം കേട്ടോ നിഹാര? ആ, അപ്പൊ വയറ് നിറച്ചും കഴിക്കണം. നെക്സ്റ്റ് വേണം എന്താ? അപ്പൊ ഇനി ആരെങ്കിലും പുറകെ അമ്മമാർ ഓടേണ്ടി വരാൻ പാടില്ല കേട്ടോ. എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേക്കുക, അത് കഴിഞ്ഞ് പല്ല് തേക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? കുളിക്കുക, കുളിച്ചിട്ട് എന്ത് ചെയ്യുക? ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറയെ കഴിക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്താ? പുത്തനുടുപ്പുകൾ അണിയണം. നല്ല പുതിയ നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇടുക. പുത്തനുടുപ്പ് പറഞ്ഞ പുതിയ ഉടുപ്പുകളാണ് അല്ലെ? പുതിയ വസ്ത്രങ്ങൾ. എല്ലാ ദിവസവും ഇപ്പൊ പുതിയ വസ്ത്രം ഇടാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് നല്ല നീറ്റുള്ള ഡ്രസ്സ് എല്ലാ ദിവസവും ധരിക്കുക. പിന്നെയോ പുസ്തക സഞ്ചി എടുക്കണം. എന്താ ഈ പുസ്തക സഞ്ചി? ബാഗ് അല്ലേ? ആ, നല്ല പുതിയ ബാഗൊക്കെ മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ബുക്കൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുക. ആ, അതാ ഇവക്ക് നല്ല പുതിയ ബാഗെല്ലാം മേടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ? പുത്തൻ ബാഗെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ പുസ്തക സഞ്ചി എടുക്കണം. പിന്നെയോ ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകണം. നല്ല മഴയത്ത് കുടയും ചൂടി പോകണം എന്നാ പറഞ്ഞല്ലേ? ഇപ്പൊ മഴയൊന്നുമില്ല, സ്കൂൾ തുറക്കുമ്പോ ഒക്കെ എങ്ങനെ ഉണ്ടാവുക?
എന്താ ദക്ഷ അടങ്ങിയിരിക്കുന്ന ദക്ഷ കുട്ടി? കേൾക്കുന്നില്ലേ മോൾക്ക്? ഓ ഇല്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പാടാം. ഒരുക്കം എന്ന ഒരു റൈംസ് നമ്മൾ ഇന്ന് പഠിക്കുന്നേ. എല്ലാവരും പഠിക്കണേ. അടുത്ത ദിവസത്തേക്ക് മിസ് ഒന്നുകൂടി പാടും. ഓക്കെ, മിസ്സിന്റെ കൂടെ അവിടുന്ന് ഉറക്കെ ചൊല്ലിക്കോ എല്ലാവരും. ഓക്കെ. എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകേണം. വൺസ് മോർ, ഒന്നുകൂടി പാടാം മിസ്. എന്നും കാലത്തുണരേണം, പഠിയേ. എന്നും കാലത്തുണരേണം. ഓക്കെ. എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, ദേഹം ശുദ്ധി വരുത്തേണം, എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചു കഴിക്കേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ച് കഴിക്കണം. പാലും പഴവും മാത്രം കഴിച്ചപ്പോ എന്ത് ചെയ്യണം? വേറെ പലഹാരങ്ങൾ എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും രാവിലെ അല്ലേ? ഇഡ്ഡലിയും ദോശയും പുട്ടൊക്കെ. അതൊക്കെ എന്ത് ചെയ്യണം? വയറ് നിറയെ കഴിക്കണം അല്ലേ? പിന്നെയോ, പുത്തനുടുപ്പുകൾ അണിയേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകേണം, പുത്തനുടുപ്പുകൾ അണിയേണം, പുസ്തക സഞ്ചിയെടുക്കേണം, ചറപറ പെയ്യും മഴയത്തങ്ങനെ കുടയും ചൂടി പോകേണം. പഠിച്ച? പാടാൻ പഠിച്ചോ ആരെങ്കിലും? അൻവി പഠിച്ചോ? അൻവി കൈവക്കുന്നുണ്ട്. അൻവി പാടിക്കോ. അൻവി പഠിച്ചെങ്കിലേ ശ്രദ്ധിക്കണേ എല്ലാവരും. എന്നും കാലത്തുണരേണം, ദേഹശുദ്ധി വരുത്തേണം, പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ചും കഴിക്കണം, പുത്തനുടുപ്പുകൾ അണിയണം, പുസ്തക സഞ്ചിയെടുക്കണം, ചടപടവയും മഴയത്തങ്ങനെ കുടയും ചൂടിപ്പോകണം. ഓക്കെ, വെരി ഗുഡ് അൻവി. അൻവി കുട്ടി പഠിച്ചു കഴിഞ്ഞു അല്ലേ? സൂപ്പർ. നെക്സ്റ്റ് ആർക്കാ പാടണ്ടേ? ആരാ പഠിച്ചേ? ഇവിടെ കശ്യപ് ഷൈജു. കശ്യപേ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ ഓക്കെ, പഠിക്കും. എന്നും കാലത്തുണരേണം, ദേഹം ശുദ്ധി വരുത്തേണം, പാലും പഴവും വയറ് നിറച്ച് കഴിക്കണം, പുത്തനുടുപ്പുകൾ അണിഞ്ഞേണം, പുസ്തക സഞ്ചിയെടുക്കണം, ഓക്കെ, വെരി ഗുഡ് കശ്യപേ, സൂപ്പർ. നെക്സ്റ്റ് ആരാ പാടുന്നേ? അനുശ്രീ. ഓക്കെ, വെരി ഗുഡ്. പഴവും വയറു നിറച്ചു കഴിക്കണം,
ആ പുത്തനുടുപ്പുകൾ അണിയണം. ആ കുടയും ചൂടി. ഓക്കെ, വെരി ഗുഡ് അനുശ്രീക്കുട്ടി. ഓക്കെ, നിഹാര മനോജ് കൈ കാണിക്കുന്നുണ്ടല്ലോ, പഠിച്ചോ? പഠിക്കോ. കാലത്തുണരേണം. ദേഹം ശുദ്ധി വരുത്തേണം. നിറച്ചു കഴിക്കണം. അണിയേണം. പുസ്തക സഞ്ചി എടുക്കണം. ഓക്കെ, വെരി ഗുഡ് നിഹാരക്കുട്ടി. നെക്സ്റ്റ് ആരാ പാടുന്നേ? അടുത്ത ആരാ? ദക്ഷിണ. ഓക്കെ ദക്ഷിണ, പ്ലീസ് അൺമ്യൂട്ട്. പാലും പഴവും കഴിക്കണം. പലഹാരങ്ങൾ വേറെ നിരത്ത് കഴിക്കണം. ഉടുപ്പുകൾ അണിയണം. പുസ്തക സഞ്ചികൾ എടുക്കണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ദക്ഷിണ. ഓക്കെ, നെക്സ്റ്റ് വൈഷ്ണവ്. ഓക്കെ, ആ വൈഷ്ണവേ, പ്ലീസ് അൺമ്യൂട്ട് വൈഷ്ണവ്. വേഗം പാലും പഴവും പലഹാരങ്ങൾ വയറു നിറച്ച് കഴിക്കണം. പുത്തനുടുപ്പും അണിയണം. പുസ്തക സഞ്ചി എടുക്കണം. ചറപറ പെയ്യും മഴയത്തങ്ങനെ പാടിയ ചൂടി. ഓ, ബാഗുണ്ട് പുതിയ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് വൈഷ്ണവ്. നെക്സ്റ്റ് ആരാ പാടുന്ന മക്കളെ? സമയം കഴിയാറായി. ആരും പാടുന്നില്ലേ? അൻവിത പാടുന്നുണ്ടോ? ആ, അൻവിത കുട്ടി പാടിക്കോ. അൻവിത കേൾക്കുന്നില്ലല്ലോ മിസ്. ആ, എന്നും കാലത്തുണരേ ദേഹം ശുദ്ധി പാലും പഴവും പലഹാരങ്ങളും വയറു നിറച്ചു കഴിക്കണം. വയറു നിറച്ചും കഴിക്കണം. പുത്തനുടുപ്പുകൾ അണിയണം. പെയ്യും മഴയത്തങ്ങനെ പോകണം. അടുത്ത ക്ലാസ് വരുമ്പോ എല്ലാരും നന്നായി പഠിക്കണേ. ഓക്കെ,
അതുപോലെ സ്വരാക്ഷരങ്ങൾ എഴുതി പഠിക്കണേ മക്കളെ, മറന്നു പോവോ? അടുത്ത ക്ലാസ്സിൽ മിസ് എല്ലാരും പാടിക്ക കേട്ടോ. ഓക്കെ, നമ്മളെ അക്ഷരങ്ങളൊന്നും ഓർക്കാൻ വേണ്ടി നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് എഴുതാലാ, മറന്നുപോയെങ്കിലോ? ഓക്കെ, സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് എന്താ എഴുതിയേ? ആരാ ഫസ്റ്റ് ആവുന്ന നോക്കാലോ നമുക്ക്. നോക്കട്ടെ. All of you take your slate and pencil. Okay. അന്ന് പോവാണ്ടിരിക്കാൻ എല്ലാ ദിവസവും എഴുതണേ മക്കളെ. I. ഓ, പറഞ്ഞോണ്ട് എഴുതണേ. ഓ, ഔ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഔ. ഓക്കെ, ഔ. അപ്പൊ ഇ ഉ എ ഐ ഓ ഔ. ഓക്കെ, എഴുതിയോ മക്കൾ എല്ലാവരും? മിസ്സിന്റെ കളി മുമ്പേ എഴുതിയവരുണ്ടോ? വെരി ഗുഡ്. അമ്മ വരെ പഠിച്ചു അല്ലേ അൻവി? തെരേസ്, ആൻഡ്രിയ, അൽഫോൺസ്, അമിക, അനീഷ്, ദക്ഷിത്, ദർശിത്ത്, ഡിയോൺ, അഭിജിത്ത്, ലാമിയ. ലാമിയ എഴുതിയോ ലാമിയ കുട്ടി? ഋഷിദേവ്, ആഷിൽ ദേവ്, തനുസ് കൃഷ്ണ, ദക്ഷ പ്രദീപ്, തെരേസ്. Yes. Next, KGB. Hisa Anwar, Darshit Radish, Andrea Therese, Daksha Pradeep. Okay. എല്ലാവരും പഠിച്ചോ? എല്ലാവരും എഴുതാൻ. ദക്ഷ കുട്ടികൾ നല്ല മോളായിട്ട് എഴുതുന്നുണ്ടല്ലോ, നല്ല നീറ്റിൽ എഴുതുന്നുണ്ടല്ലോ. വേഗം എഴുത്. ആൻഡ്രിയ തെരേസ് എഴുതുന്നുണ്ട്, ദർശിത്ത് എഴുതുന്നുണ്ട്. ഹിസ, എല്ലാവരും എഴുതിയോ? യാൻദേവ് എഴുതി, വെരി ഗുഡ്. ജുവാനാസിന എഴുതി, വെരി ഗുഡ്. അൻവി എഴുതി, വൈഷ്ണവ് എഴുതി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ലാമിയ കുട്ടിയോ? ദർശിത്ത് എഴുതിയോ? ദർശിത്ത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാ മക്കളും എഴുതി പഠിക്കണേത്. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. 1 മിനിറ്റേ ഉള്ളൂ. മിസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, വെരി ഗുഡ്. ദക്ഷിണ, അനുശ്രീ, ആൻഡ്രിയ അൽഫോൺസ്. ഓക്കെ, നിഹാര മനോജ്, സഹൽ, മുഹമ്മദ് അമാൻ, വെരി ഗുഡ്. കാശിനാഥ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് ദിവസം കാണാം കേട്ടോ ഇനി. ഓക്കെ, ബൈ, സി യു. ബൈ. Okay.